قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليكم ورحمة الله. بسم الله. സഹോദരന്മാരെ, നമ്മൾ ജബ്ബാറിൻ്റെ 42ാമത്തെ വീഡിയോ ആണ് പരിശോധിച്ചത്. അതിൽ നിന്നും കിട്ടിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ ആണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് വിമർശനത്തിലേക്ക് പോകാം. എന്തായാലും ആദ്യം അതൊന്ന് കേൾക്കാം. അനുസരിച്ച് ഈ പരലോക സ്മരണയൊന്നും അല്ലാതെ വരുന്നില്ല. അവർ ഇസ്രായേലിയരുടെ ദൈവമായ യഹോവയെ ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചാൽ അവർക്ക് ഇഹലോകത്ത് തന്നെ പാലും തേനും ഒഴുകുന്ന സ്ഥലവും ജീവിത സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാം എന്നതാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കഥയുടെ ചുരുക്കം. അവിടെ പരലോക ജീവിതം അല്ലാതെ ഒന്നും ഈ ഖുറാനിലെ പോലെ വിശദീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. വല്ല സൂചനകളും മാത്രമേ അതിനകത്തുള്ളൂ. ഇവിടെ പറയുന്നത് പരലോക സ്മരണ കൊണ്ട് അനുഗ്രഹീതരാക്കിയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇസ്രായേലിയരുടെ ഒരു ഗോത്ര ദൈവത്തെ മാത്രം ആരാധിക്കുക, മറ്റു ഗോത്രങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാതിരിക്കുക. അതാണ് ബൈബിൾ കഥ അനുസരിച്ച് മനുഷ്യർ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ. മനുഷ്യർ ചെയ്യേണ്ട നന്മയെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്, ഇസ്രായേലിയർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു നാടോടികളായ ഒരു പ്രത്യേക ഗോത്രത്തിന് വേണ്ടി അവരുടെ ഗോത്ര ദൈവത്തിന്റെ പേരിൽ എഴുതിയുണ്ടാക്കിയിട്ടുള്ള കഥയാണ് ബൈബിളിൽ പറയുന്നത്, അല്ലാതെ ഖുറാനിൽ പറയുന്നത് പോലെയുള്ള ഒരു കഥയല്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഖുർആനെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇഹലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് പരലോകത്ത് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിയർക്ക് മാത്രമായിട്ടാണ്, ഇസ്രായേലിൽ ഒരു എന്താ പറയുക, ഒരു ജനവിഭാഗത്തിന് മാത്രമായിക്കൊണ്ടാണ് ബൈബിൾ സംസാരിക്കുന്നത്. പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവരെ അഭിസംബോധന ചെയ്യുന്നത് അയ്യുവന്നാസ്, യാ അയ്യുവന്നാസ് എന്നുള്ള രീതിയിലാണ്. കാരണം ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഖുർആൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഇദ്ദേഹം തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇയാൾ മറന്നുകൊണ്ട് ഈ വിഷയം, ഇടയ്ക്ക് ഇയാൾ പറയുന്നത് ഖുറൈശികൾക്ക് മാത്രമുള്ള, അറബികൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഇദ്ദേഹം പറയാറുണ്ട്. മറ്റേത് എന്താ ഗോത്രത്തിന് മാത്രമുള്ളതാണ്, ഇത് മനുഷ്യർക്കുള്ളതാണെന്ന് ഇദ്ദേഹം ഇവിടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് കേൾക്കാം. ഇസ്മായിൽ, അൽ യസ, ദുൽകിഫിൽ എന്നിവരെയും ഓർക്കുക. അവരെല്ലാവരും തന്നെ ഉത്തമന്മാരിൽപ്പെട്ടവരായിരുന്നു. ആരാണ് ഇസ്മായിൽ? ഇസ്മായിലും അൽ യസവും പിന്നെ ദുൽകിഫിലും. ഇതൊക്കെ കുറെ പേരുകൾ മാത്രമാണ്. ആ പേരുകളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു പോയി എന്നല്ലാതെ അവർ ഉത്തമന്മാരായിരുന്നു എന്ന് പറഞ്ഞു എന്നല്ലാതെ എന്താണ് ഇവരുടെ കഥ, ഇവർ ആരായിരുന്നു, എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊന്നുള്ള ഒരു വിവരവും ഈ ഖുർആനിലില്ല. അതൊക്കെ തെരഞ്ഞ് നമ്മൾ വേറെ കിതാബുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ബൈബിളിലേക്ക് പോകണം. ഇനി ഇതിനകത്ത് അൽ യസ, ദുൽകിഫിൽ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഈ ദുൽകിഫിൽ? അങ്ങനെ ഒരു പേര് ഒരു കഥയിലും ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ദുൽകിഫിൽ എന്ന് ഇവിടെ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇന്ന് വരെ ലോകത്ത് ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടുള്ള മതപണ്ഡിതന്മാർക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമ്മൾ വീണ്ടും എന്താ പറയുക, ഇദ്ദേഹത്തിനോട് നമുക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിനോട് നമുക്ക് എന്താ പറയുക, ഇദ്ദേഹത്തോട് നമുക്ക് സഹതാപമാണുള്ളത്. കാരണം കുറച്ച് പേരുകൾ ഖുർആനിൽ മെൻഷൻ ചെയ്തു. ഇവരൊക്കെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു, ഇവരൊക്കെ നല്ല സദ്വൃത്തരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പം? ആ ആളുകളെ പറ്റി കൂടുതൽ വിശദീകരണം പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്താണ് ഇദ്ദേഹത്തിനുള്ള ഒരു കുഴപ്പം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഖുർആനിൽ ഈ നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പുള്ള ആയത്തിലും ഇതിന് ശേഷം വരുന്ന ആയത്തിലും പറയുന്ന പ്രവാചകന്മാരെ പറ്റിയിട്ട് ഖുർആനിൽ തന്നെ കൂടുതലായിട്ട് വിശദീകരണങ്ങളുണ്ട്. അതേ സ്ഥാനത്ത് ഈ 3 പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ അവരെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും ഖുർആനിൽ കാണാൻ കഴിയില്ല. ഈ പേരുകളല്ലാതെ കൂടുതലായിട്ട് വേറെ ഈ പേരുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഇവരുടെ ചരിത്രം ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും ഖുർആനിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ സദ്വൃത്തരാണ്, ഇവർ പ്രവാചകന്മാരാണ് എന്നുള്ളതും ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാവാം അവരുടെ ചില ചരിത്രങ്ങൾ ഖുർആൻ ഹൈഡ് ചെയ്ത് വയ്ക്കുകയും അത് പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാകാം. ഈ മുമ്പ് പറഞ്ഞ പ്രവാചകന്മാർക്കുണ്ടായ ചില അനുഭവങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കും അല്ലാഹു ആലം
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പേരുകൾ മാത്രം മെൻഷൻ ചെയ്യുകയും എന്നാൽ അവരെ പറ്റി കൂടുതൽ വിശദീകരണങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ബുദ്ധി ഉപയോഗിക്കാതെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ടായിക്കൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് വളരെ കുറച്ച് ആയത്തുകൾ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ജീവിക്കാൻ ഇവിടെ ഈ ഐഹിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പരലോകത്തെ പറ്റിയും ബർസക്കി അതായത് അതിനിടക്കുള്ള ജീവിതത്തെ പറ്റിയും ശാസ്ത്രപരമായ കാര്യങ്ങളെ പറ്റിയും ശാസ്ത്രീയപരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ സൂചനകളും മറ്റും, അതേപോലെ തന്നെ മനുഷ്യന് ഏത് രീതിയിലെല്ലാം ഉന്നതിയിലെത്താമെന്നുള്ളതും ഏതൊക്കെ രീതിയിൽ അവൻ താഴ്ന്നു കഴിഞ്ഞാൽ അധമനാകുമെന്നുള്ളതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ വളരെ കുറച്ച് ആയത്തുകൾ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്? മനസ്സുകളിലാണ് സംരക്ഷിക്കപ്പെട്ടത്. ഖുർആൻ സംബന്ധിച്ചിടത്തോളം അത് ഹാഫിളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും എല്ലാ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇത് അവർക്ക് മനഃപ്പാഠമാക്കാൻ തന്നെ ഇത് എളുപ്പമാണ് എന്നുള്ളതാണ്. കാരണം വളരെ കുറച്ചേ ഉള്ളൂ, 6000 ചില്ലാനം ആയത്തേ ഉള്ളൂ. പക്ഷേ ഈ 6000 ചില്ലാനം ആയത്തുകൾ കൊണ്ട് തന്നെ എന്തായി, മനുഷ്യർക്ക് ജീവിക്കാൻ എങ്ങനെ ധാർമ്മികത എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും അതേപോലെ തന്നെ അധർമ്മത്തിലേക്ക് പോകരുത് എന്നും അതേപോലെ തന്നെ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്നും ഒരു മകൻ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു മകളെങ്ങനെയായിരിക്കണം, മകനെങ്ങനെയായിരിക്കണം എന്നു വേണ്ട സകലമാന ഒരു മനുഷ്യൻ എണീക്കുന്നത് മുതൽ അവന് കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഖുർആനും അതിൻ്റെ ഹദീസുകളും മാത്രം വിശദീകരിച്ചു കൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചു പോകുന്നത്. അവൻ എന്ത് ചെയ്യുമ്പോഴും ഇതിലെന്താണ് പ്രവാചകൻ പറഞ്ഞത് അല്ലെങ്കിൽ ഖുർആനിൽ എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് അവൻ പരിശോധിക്കും എന്നുള്ളതാണ്. എന്നാൽ അവന് അതിനുള്ള ഉത്തരവും അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ വേദിയിൽ തന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയ ഒരു മജീദ് സുല്ലമി ഇപ്പോൾ അടുത്ത് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിരുന്നു. അയാൾ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്താ, നിങ്ങൾ മറ്റേ കോമാളി പോലെ മറ്റേ ഈ വട്ടമൊന്നുമില്ലാതെ എവിടെയും ചാടാം എന്നുള്ള രീതിയിൽ, കുരങ്ങനെ പോലെ എവിടെയും ചാടാം എന്നുള്ള രീതിയിൽ ഈ ജബ്ബർ ചാടിക്കൊണ്ടിരിക്കുക. യുക്തിവാദികളൊക്കെ അങ്ങനെ തന്നെയാണ്, എങ്ങനെയും എവിടെയും ചാടാമെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെയും എങ്ങനെയും ചാടാമെന്നുള്ളത് ഇല്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു വളയമുണ്ട്, അതിൽ കൂടെ ചാടാൻ പാടും. കാരണം അതാണ് ജീവിതം എന്നുള്ളത്. അല്ലാത്ത രീതിയിലുള്ള ജീവിതങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ അവൻ അധർമ്മത്തിലേക്കാണ് ചെന്നുപെടുക എന്നുള്ളതും കൃത്യമായിട്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ശരിയായ രീതിയിൽ അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാനും ഉതകുന്ന, അവൻ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അവൻ അതുപോലെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ, നിങ്ങൾ അളവിലും തൂക്കത്തിലും ക്രമക്കേട് കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശമാണ്. അതായത് അളന്നെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു കിലോ അരി അളന്നെടുക്കുമ്പോൾ ഒരു 1.5 കിലോ എടുക്കുക അല്ലെങ്കിൽ 1.100 എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചു. അതേപോലെ തന്നെ അളന്ന് കൊടുക്കുകയാണെങ്കിൽ 1 കിലോൻ്റെ അരി നമ്മൾ 900 കൊടുക്കുകയാണെങ്കിലും 950 990 കൊടുത്താൽ പോലും അത് തെറ്റാണ് എന്നും പഠിപ്പിക്കുന്ന മതമാണ് ഖുർആനും ഇസ്ലാം. അതിൻ്റെ ആധികാരിക ഗ്രന്ഥമാണ് ഖുർആനും മറ്റ് ഹദീസുകളും എല്ലാം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വളയില്ല, എങ്ങനെയും കൊടുക്കാം. ഈ കച്ചവടക്കാരന് എന്താണോ ലാഭം ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇനിയിപ്പോൾ യുക്തിവാദിയായിട്ടുള്ള ഒരാൾ സാധനം വാങ്ങാൻ വന്ന് അപ്പോൾ കച്ചവടക്കാരൻ നിങ്ങൾ 1 കിലോ അതിന് തൂക്കിയെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.100 എടുത്താലും 1.500 എടുത്താലും ഇയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല.
അയാൾക്ക് അത് ലാഭമാണ്. ഏത് എടുത്ത ആൾക്ക് അത് ലാഭമാണ്. അത് ഞാൻ ആരും അറിയാൻ പോകുന്നില്ല. അവിടെ ക്യാമറ ഇല്ലെങ്കിൽ ആര് കാണാനാ എന്നുള്ള രീതിയിൽ എടുത്തു പോകും. അപ്പോൾ ഈ പ്രവാചകന്മാരെ പറ്റിയിട്ട് പറഞ്ഞു, അവിടെ അവരെ വിശദീകരിച്ച് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഇത് ദൈവിക ഗ്രന്ഥമല്ലാതിരിക്കുമോ? ഇല്ല, അങ്ങനെ ഒരു ക്രൈറ്റീരിയ തന്നെ ഇല്ല. അപ്പം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിമർശനമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ ജോലിയാണ്. കാരണം ഇതാണ് അവരുടെ വരുമാന മാർഗം. നമ്മളതിനെ കണ്ണിലും മണ്ണ് വാരിയിടൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിമർശനം നടത്തിക്കോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുക എന്നുള്ളതും മറ്റുള്ളവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ബാധ്യത. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.